മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് എങ്ങനെയാണ് ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും വികൃതമായ രീതിയിൽ ഭാരതീയ ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിച്ചും ഒരു മതം പ്രചരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി ഒരു പള്ളിയിൽ നിന്നിറക്കിയ സർക്കുലർ, ഒരു പള്ളി പ്രസിദ്ധീകരിച്ച് വിതരണം ചെയ്ത ഒരു നോട്ട് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുകയാണ്. ഒരു നല്ല കോളേജിലെ നല്ല പ്രൊഫസർ, എനിക്ക് നല്ല ബന്ധമുള്ള ഒരു ക്രിസ്ത്യൻ പ്രൊഫസർ അഭിമാനത്തോടു കൂടിയാണ് എനിക്ക് ഈ പ്രിൻ്റ് ഔട്ട് തന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഗോപാലകൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് തന്നത്. എനിക്കറിയാം എന്താ ഈ നോട്ടീസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. പാലായിലെ ഡോക്ടർ കോശി എബ്രഹാം എഴുതിയ പുസ്തകത്തിന് ബിഷപ്പ് പൗവത്തിൽ മുഖവര എഴുതിയെന്ന് ഞാൻ പണ്ട് പറയുകയുണ്ടായി. അതുപോലെ അതിവക്രവും വികൃതവുമായ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വേദത്തിലെ വരി എന്ന് പറയുന്ന ചില തന്നെത്താനെ ഉണ്ടാക്കിയ സംസ്കൃത വാക്കുകൾ, വേദത്തിലൊന്നും അതില്ല, പുരാണത്തിലില്ല, ഇതിഹാസത്തിലില്ല, ദർശനങ്ങളിലില്ല, ഉപനിഷത്തുക്കളിലില്ല. തന്നെത്താനെ സംസ്കൃത വാക്കുകൾ ഉണ്ടാക്കി അത് യേശു ക്രിസ്തുവിനെ കുറിച്ച് വിവരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മാത്രമല്ല, യേശു ക്രിസ്തു ഉണ്ടായത് 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. ബൈബിൾ ഉണ്ടായത് AD 273 വേദങ്ങൾ ഉണ്ടായത് BC 4000 BC 4000 എഴുതിയ പുസ്തകത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിവരിക്കുന്നു എന്ന് വളരെ സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതത്ര കാര്യമാക്കേണ്ട കാര്യമില്ല, വിട്ടേക്കണം. പക്ഷേ പള്ളിയിൽ നിന്ന് അടിച്ച് വിതരണം ചെയ്യുന്ന സർക്കുലർ, അതൊരു പ്രൊഫസർ അത് യാഥാർത്ഥ്യമാണെന്ന് വിചാരിച്ച് അദ്ദേഹം എന്നെ കാണിച്ചു തരിക. അദ്ദേഹം എന്നെ കാണിച്ചു തന്നത് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അതായത് നിങ്ങളുടെ വേദത്തിൽ പോലും ഞങ്ങളുടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ വെറുതെ ചോദിച്ചൊരു ചോദ്യം അപ്പോൾ അദ്ദേഹത്തിനോട്, ഈ യേശു ക്രിസ്തുവിനെയും ക്രിസ്ത്യാനികളെയും ബൈബിളിനെയും പ്രചരിപ്പിക്കാൻ വേദത്തിൻ്റെയും ഹിന്ദുക്കളുടെയും സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് തന്നെ പ്രചരിക്കില്ലേ? അത് തന്നെ പ്രചരിക്കാതെ കുറേ കാശും മറ്റെല്ലാം കൊടുത്ത് പ്രചരിപ്പിക്കുന്നതോടൊപ്പം ഇതുപോലെയുള്ള കള്ളത്തരം കൂടി വേണോ സാറേ? പിന്നെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഏതായാലും ആ വരികൾ നിങ്ങളൊന്ന് അറിയണം. ഇതിൻ്റെ ടൈറ്റിൽ ഇതാണ്: വാട്ട് ഡസ് ഹിന്ദുയിസം സേ എബൌട്ട് ഗോഡ് ടു ബി വർഷിപ്ഡ്? എക്സെപ്റ്റ് ഫ്രം ഋഗ്വേദ. ഋഗ്വേദത്തിലെ വരികളാണെന്ന് പറഞ്ഞിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് പറയാവുന്ന ഇത് വിവരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഓം ശ്രീ ബ്രഹ്മപുത്രായേ നമ. ഇങ്ങനെ ഒരു വരി വേദത്തിൽ ഇല്ല. ബ്രഹ്മാവിൻ്റെ പുത്രന് നമസ്കാരം. ബ്രഹ്മാവിൻ്റെ പുത്രൻ മാനസപുത്രൻ ഉണ്ടെങ്കിൽ നാരദ മഹർഷിയാണ്. അതിന് ഇംഗ്ലീഷിൽ മീനിങ് കൊടുത്തിരിക്കുന്നത് ദ ഓൺലി ബിഗോട്ടൺ സൺ ഓഫ് ഗോഡ് ഐ വർഷിപ്പ് യു. മലയാളത്തിൽ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്ര, അങ്ങയെ ആരാധിക്കുന്നു. ബ്രഹ്മപുത്രായ നമ എന്നുള്ളതിന് അർത്ഥം കൊടുത്തിരിക്കുന്നതാണ് ഇത്. രണ്ടാമത്തേത് ഓം ശ്രീ ഉമാത്മായേ നമഃ. വേദമന്ത്രങ്ങളിലെ നമഃ എന്ന പദമേ ഉപയോഗിക്കാറില്ല, സ്വാഹ എന്ന പദമേ ഉപയോഗിക്കാറുള്ളൂ. ഇതുപോലെയുള്ള പേരുകൾ വേദത്തിലില്ല. വേദത്തിലെ ശ്രുതിയോടുകൂടിയ ഋക്കുകളാണ് ഉള്ളത്. ഒരു പള്ളിയിൽ നിന്ന് വിതരണം ചെയ്തതിൻ്റെ അബദ്ധം നോക്കുക. ഓം ശ്രീ ഉമാത്മായേ നമഃ. അങ്ങനെ ഉമാത്മാ എന്ന് പറഞ്ഞൊരു ആത്മാവില്ല. ഉമ എന്ന് പറഞ്ഞാൽ പാർവതിയാണ്. പാർവതിയുടെ ആത്മാവ് എന്നൊരു ആത്മാവില്ല. അതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം ഇതാണ്: ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് ഐ വർഷിപ്പ് യു.
ഉമാത്മായേ നമഃ, ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്, ഗോഡിൻ്റെ പ്രേതമേ നിന്നെ ഞാൻ ആരാധിക്കുന്നു. അതിൻ്റെ മലയാളത്തിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ അങ്ങേ ആരാധിക്കുന്നു. ഉമാത്മായേ നമഃ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിനും ഒരു ആത്മാവ് വേറെയുണ്ട്. മൂന്നാമത്തേത് ഓം ശ്രീ കുണ്ഠിതായ കുന്തായേ നമഃ. കുണ്ഠിതായ എന്നൊരു വാക്ക് ഒരു സ്ഥലത്തും വരുന്നില്ല, കുഴി എന്നൊക്കെ അർത്ഥം. പിന്നെ കുന്തായേ നമഃ എന്നുള്ളൊരു വാക്ക് സംസ്കൃതത്തിൽ ഒരു സ്ഥലത്തും വരില്ല. അതിൻ്റെ അർത്ഥം ദ ലോർഡ് ഹു ഹാസ് ബീൻ ബോൺ ടു എ വെർജിൻ ഐ വർഷിപ്പ് യു. മലയാളത്തിൽ അർത്ഥം കൊടുത്തിരിക്കുന്നത് കന്യകയിൽ ജനനമെടുത്ത ദൈവമേ കർത്താവേ ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ലോകത്തിൽ ഒരു കന്യകയും പ്രസവിച്ചിട്ടില്ല. പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ കന്യകയുടെ നല്ല നടപ്പ് ജാമ്യം ശരിയല്ല. കന്യക പ്രസവിച്ചത് ഒന്നില്ലെങ്കിൽ കന്യക പോലും അറിയാതെ ഇൻ്റർകോഴ്സ് നടത്തിയത് കൊണ്ടായിരിക്കും, അല്ലാതെ കന്യക പ്രസവിക്കില്ല. അത് സയൻസാ. എന്നിട്ട് കുണ്ഠിതായ കുണ്ടായേനമായ എന്ന ഇല്ലാത്ത സംസ്കൃത വാക്ക് ഉപയോഗിച്ച് കന്യകയെ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുക. അത് വേദത്തിലുണ്ടെന്ന് പറയാം. അടുത്തത് ഓം വിധിഷ്ഠായേ നമഃ. വിധിഷ്ഠായേ നമഃ എന്നൊരു വാക്ക് സംസ്കൃതത്തിലില്ല. അതിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് ദ ലോർഡ് ഹു ഹാസ് ബീൻ സർക്കംസിഷൻ ഐ വർഷിപ്പ് യു. പരിച്ഛേദന ഏറ്റ ദൈവമേ, കർത്താവിനും പരിച്ഛേദന ഏറ്റിട്ടുണ്ടെന്ന് ഞാനിപ്പോഴും അറിയുന്നത്, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. പരിച്ഛേദന എന്ന് പറഞ്ഞാൽ എന്താണാവോ ഈ പള്ളിക്കാർ ഉദ്ദേശിച്ചത് അറിഞ്ഞോളാം. അടുത്ത ശ്രീ പഞ്ചകായിയേ നമഃ. പഞ്ചകായിയേ നമഃ എന്നൊരു വാക്ക് സംസ്കൃതത്തിൽ ഇല്ല. അതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം ദ ലോർഡ് ഹു ഹാസ് ദ 5 ഇഞ്ചുറീസ് ഫോർ ദ സേക്ക് ഓഫ് മാൻകൈൻഡ്. മനുഷ്യരാശിക്ക് വേണ്ടി 5 മുറിവുകൾ ശരീരത്തിൽ ഏറ്റ ദൈവമേ അങ്ങേ ആരാധിക്കുന്നു. ശരീരത്തിൽ 5 മുറിവുകൾ ഏൽക്കുക, അത് മനുഷ്യരാശിക്ക് വേണ്ടി ഏൽക്കുക. അങ്ങനെയാണെങ്കിൽ ഒഞ്ചിയത്തിലെ TP നമ്മൾ പൂജിക്കേണ്ടത് 51 മുറിവേറ്റവനെ നിങ്ങളെ ഞാൻ ആരാധിക്കുന്നു എന്നാണ്. വളരെ ഒഞ്ചിയത്ത് കണ്ണൂര് CPM നിന്ന് വിട്ടുപോയ വ്യക്തിയുണ്ട്, TP എന്നാണ് അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫോമിൽ എല്ലാവരും വിളിക്കുക. 51 മുറിവേറ്റവനെ, അദ്ദേഹത്തിനെയും പൂജിക്കാം. അതായത് 51 മുറിവേറ്റവനെ, അത് മനുഷ്യരാശിക്ക് വേണ്ടിയാണ് ഏറ്റത്, വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഏറ്റതല്ല. അടുത്ത ശ്രീ വൃക്ഷശൂല അരൂതായ നമഃ. വൃക്ഷശൂലം എന്നൊരു വാക്കില്ല, അരൂതായ എന്നൊരു വാക്കും സംസ്കൃതത്തിലില്ല. ദ ലോർഡ് ഹു വാസ് ഹങ് ഓൺ ദി ട്രൂസ് വിത്ത് നെയിൽസ് ഐ വർഷിപ്പ് യു. മരത്തിൽ, കുരിശിൽ, ആണിയിൽ 3 തൂക്കപ്പെട്ട ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. വളരെ ഗംഭീരമായിട്ടുണ്ടല്ലേ? ഒരു പള്ളിയിൽ ഇത് വിതരണം ചെയ്യണമെങ്കിൽ ആ മതം കച്ചവടം നടത്താൻ എത്ര തറപ്പണി ചെയ്യുന്നു എന്നുള്ളതിന് തെളിവല്ലേ ഇത്? യേശു ക്രിസ്തുവിനെ വിൽക്കാൻ വേണ്ടി ഇതിനകത്ത് ഒരൊറ്റ സംസ്കൃത വാക്ക് പോലും ഇല്ല യഥാർത്ഥത്തിൽ. പകരം അക്ഷരത്തെറ്റില്ലാതെയായി അബദ്ധങ്ങൾ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ അബദ്ധജടിലമായ വാക്കുകൾ ഉണ്ടാക്കിയതും അബദ്ധജടിലമായ അർത്ഥം ഉണ്ടാക്കിയതും. ഇല്ലാത്ത പലതും ചേർത്ത് വേദത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് യേശു ക്രിസ്തുവിനെ വിൽക്കുക. എന്ത് ഗംഭീര പരിപാടിയല്ലേ? അടുത്തത് ശ്രീ മൃത്യുഞ്ജയായ നമഃ. മൃത്യുഞ്ജയായ എന്ന് കൊടുത്തിട്ടില്ല, മൃത്യുഞ്ജയാ നമഃ. അത് വീണ്ടും തെറ്റാം. മൃത്യുഞ്ജയൻ എന്നുള്ള പേര് ശിവനുള്ളതാണ്. അപ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തു ശിവനാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഒരിക്കൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തു ശിവനാണെന്ന് അറിഞ്ഞാൽ, ശിവൻ മൃത്യുവിൻ്റെ ദേവതയാണ്. ജനനത്തിൻ്റെ ദേവത ബ്രഹ്മാവ്, നിലനിൽപ്പിൻ്റെ ദേവത മഹാവിഷ്ണു, അതുപോലെ മൃത്യുവിൻ്റെ ദേവത ശിവൻ. അപ്പോൾ യേശു ക്രിസ്തു കൊല്ലുന്നതിൻ്റെ ദൈവമാണെന്നർത്ഥം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീസസ് സേവ്സ് എന്ന് പറയല്ലേ, കാരണം മൃത്യുഞ്ജയനല്ലേ. അപ്പോൾ ജീസസ് കിൽസ് എന്നാണ് പറയേണ്ടത് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാം. മൃത്യുഞ്ജയൻ എന്ന് വെച്ചാൽ ശിവനാണ്. ശിവനാണോ യേശു ക്രിസ്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതാ ഇത് എഴുതി വിതരണം ചെയ്ത പള്ളിയിൽ അച്ഛനോട് ചോദിക്കണം. അതിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് ലോർഡ് ഹു ഹാഡ് വിക്ടറി ഓവർ ഡെത്ത് റിസറക്റ്റഡ് ഫ്രം ഡെത്ത് ഓൺ ദ 3rd day ഐ വർഷിപ്പ് യു. മൂന്നാമത്തെ ദിവസം എന്നൊക്കെ ഇയാൾ തന്നെ താൻ എഴുതി വിട്ടതാ.
മരണത്തെ ജയിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. വേദത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ശ്രീ അജമഹായേ നമഃ. എന്താണ് ഈ അജമഹായ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിലെ ഒരു സംസ്കൃത ഡിക്ഷണറിയിൽ നിങ്ങൾക്ക് കാണില്ല. തന്നെ താനെ ഉണ്ടാക്കിയ വാക്കുകളാണ്. ദ ലോർഡ് ഹൂ ഈസ് ദ ലാംബ്, ദ ലോർഡ് ഹൂ ഈസ് ദ ലാംബ് ഐ വർഷിപ്പ് യു. കുഞ്ഞാടായ ദൈവമേ. ദൈവം കുഞ്ഞാടാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. നമ്മളും ഇപ്പോഴാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങേ ആരാധിക്കുന്നു. ആ കുഞ്ഞാടായിട്ടുള്ള ദൈവത്തിനെ ആരാധിക്കുന്നു. വേദത്തിൽ ആട എന്നുള്ളൊരു വാക്ക് തന്നെ കൊടുത്തിട്ടുണ്ടാവില്ല. ദക്ഷിണമൂർത്തായേ നമഃ. വീണ്ടും അത് തെറ്റാ. ദക്ഷിണാമൂർത്തയേ നമഃ എന്നാണ് യഥാർത്ഥ വാക്ക്. അത് ശിവന്റെ തന്നെ പര്യായവും മഹർഷിയുടെ പര്യായവും ദക്ഷിണാമൂർത്തി എന്ന ഗുരു സങ്കല്പവുമെല്ലാമാണ് ഉള്ളത്. അത് തെക്ക് ദിശയിൽ, ദക്ഷിണം തെക്ക് ദിശയിൽ നിലനിൽക്കുന്ന എന്നർത്ഥമാണ്. അപ്പോൾ ദ ലോർഡ് ഹു ഈസ് സീറ്റഡ് ഇൻ ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വലത് സൈഡിൽ ഇരിക്കുന്നവന്. ദൈവത്തിനൊരു വലത് സൈഡ് ഉണ്ട്. അപ്പോൾ ഈ ദൈവം എവിടെ ഇരിക്കണം നിങ്ങൾ നോക്കിക്കൊള്ളണം. ദൈവത്തിൻ്റെ വലത് സൈഡിൽ ഇരിക്കുന്നവനെ, ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് ഇരിക്കുന്ന കർത്താവെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഇത്രയുമാണ് 9 സന്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അവസാനം കൊടുത്തിരിക്കുന്നൊരു ഭാഗമുണ്ട്. എൻ്റെ പാപങ്ങൾ പോക്കുവാനും എന്നെ രക്ഷിച്ച് നിത്യരക്ഷദാനം ചെയ്യുവാനും കന്യാമറിയത്തിൻ്റെ ജനനമെടുത്ത് പരിച്ഛേദനയേറ്റ് എനിക്ക് വേണ്ടി മുറിവുകൾ ഏറ്റ് കുരിശിൽ ആണികളാൽ തൂക്കപ്പെട്ട മരണത്തെ ജയിച്ച് ഉയർത്ത സ്വർഗത്തിൽ എനിക്കുള്ള യേശുക്രിസ്തുവെ അങ്ങേ ആരാധിക്കുന്നു. ഒരു പാര കൂടി അവസാനമുണ്ട്, അങ്ങേ മാത്രം. കാരണം ഋഗ്വേദത്തിൽ പറഞ്ഞ സ്ഥിതിക്ക് ഋഗ്വേദത്തിലെ മറ്റ് ദേവന്മാരെ എങ്ങാനും ആരാധിച്ചു പോയാൽ അബദ്ധാണല്ലോ. ഞാൻ എല്ലാ ക്രിസ്ത്യാനികളും, പ്രത്യേകിച്ച് പരദേശികളായിട്ടുള്ള പ്രവാസികളായിട്ടുള്ള ക്രിസ്ത്യാനികളോട് പറയാൻ ആഗ്രഹിക്കുക, എന്തിനാ നിങ്ങൾ ഈ ക്രിസ്തുമതത്തെ ഇങ്ങനെ പ്രചരിപ്പിച്ച് ഭാരതീയ സംസ്കാരത്തെ ഇല്ലാണ്ടെയാക്കുന്നത്? ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ളൊരു സംസ്കാരം, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ചൊരു സംസ്കാരം, നന്മ മാത്രം നിലനിർത്തുന്നൊരു സംസ്കാരം. 40,000 ഹിന്ദുക്കളെ ഫ്രാൻസിസ് സേവിയർ കൊന്നിട്ടും പ്രതികാരം ചെയ്യാത്തൊരു സംസ്കാരം. എത്ര കോടി ഹിന്ദുക്കളെയാ ഇസ്ലാം ഇൻവേഷനിലൂടെ കൊന്നതെന്ന് നിങ്ങൾക്കറിയാം. UGC ഹിസ്റ്ററി പുസ്തകം എടുത്താൽ മനസ്സിലാക്കാം. അത്ര ചെയ്തിട്ട് മുസ്ലിങ്ങളോട് പകരം വീട്ടുകയോ പക വെച്ച് പുലർത്തുകയോ ചെയ്യാത്ത ഒരു സംസ്കാരം. എന്തിനാ ഈ സംസ്കാരത്തെ നിങ്ങൾ എല്ലാവരും കൂടി ഇല്ലാതെയാക്കുന്നത്? ഓരോ പ്രവാസി ക്രിസ്ത്യാനിയോടും പറയാൻ ആഗ്രഹിക്കുക, നിങ്ങൾ അവിടെ വിയർത്ത് ഉണ്ടാക്കുന്ന പൈസ, ആ പൈസ ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക്, അച്ഛന്മാർക്ക്, പള്ളികൾക്ക് എല്ലാം അയച്ചു കൊടുക്കുമ്പോൾ ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഓരോ ആണിക്കല്ലുമാണ് ഇളക്കി മാറ്റുന്നത് എന്ന് നിങ്ങൾ അറിയണം. ഈ നാടിനെ ഒരു അമേരിക്കയോ ഇംഗ്ലണ്ടോ ആക്കാൻ ആരും അറിയാതെ മുകളിൽ ഒരു സെക്കുലർ മതേതരത്വ ഭാവം കാണിച്ച്, സേവനത്തിൻ്റെ ഭാവം കാണിച്ച്, മുകളിൽ നന്മയുടെ ചിരിയും വെച്ച് ചിരിച്ചുകൊണ്ട് പൊളൈറ്റായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഈ നാടിൻ്റെ എല്ലാ നന്മകളെയും ക്രൈസ്തവവൽക്കരിക്കാനും അല്ലെങ്കിൽ നശിപ്പിക്കാനും വേണ്ടി പ്രവർത്തിക്കുന്നത് നിങ്ങളുടെയും കൂടി പൈസ കൊണ്ടാണ്. നിങ്ങൾ എന്നെങ്കിലും സമയം കിട്ടുമ്പോൾ ഭാരതം മുഴുവനും ഒന്ന് നടക്കണം. ഓരോ ഗ്രാമങ്ങളിലും പാവപ്പെട്ടവരെ, എന്താണെന്ന് പോലും അറിയാത്ത, വിദ്യാഭ്യാസമില്ലാത്ത പാവപ്പെട്ടവരെ, അവർ ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രഭ സ്വീകരിച്ചും കൊടുത്തും കൊണ്ട് ജീവിക്കുമ്പോൾ അവരെ ഈ അമേരിക്കക്കാരും ഇംഗ്ലണ്ടുകാരും യൂറോപ്പുകാരും എല്ലാം ഉപേക്ഷിച്ച ഒരു മതത്തെ ഇവിടെ കൊണ്ടുവന്ന് ചെലവാക്കി കുറേ പൈസ ഉണ്ടാക്കുക, ആൾക്കാരുടെ എണ്ണം കൂട്ടുക. ഇതിലെന്താ അവസാനമായിട്ട് ഉദ്ദേശിക്കുന്നത്? ലോകത്തിൽ ഒരിടത്തും ക്രിസ്തുമതമില്ലെങ്കിലും ഭാരതത്തിലെ ആൾക്കാർ അവിടെയെല്ലാം ചെന്ന് ക്രിസ്ത്യാനികളുടെ സ്ഥാപനങ്ങൾ ഭരിക്കുക. ഇപ്പം നിങ്ങൾക്കറിയാം, വത്തിക്കാനിൽ ഏറ്റവും അധികം ജോലി ചെയ്യുന്നത് കേരളത്തിലെ ക്രിസ്ത്യാനികളാണ്. ലക്ഷങ്ങളും കോടികളും ശമ്പളമായിട്ട് കിട്ടുമ്പോൾ
അവർക്ക് ആണെങ്കിൽ ജോലിക്കാരെയാണ് കിട്ടാത്തത്. പൈസ ഇഷ്ടം മാതിരി ഇറ്റലിയിലുണ്ട്. മറ്റുള്ളവർ കൊടുക്കുന്നുമുണ്ട് പോപ്പിന്. 1 സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഒരു രാജ്യത്തെ ഭരിക്കുന്ന പോപ്പ് അവിടെയുള്ള ലൈബ്രറികളും അവിടെയുള്ള സ്ഥാപനങ്ങളുമെല്ലാം ഭരിക്കുന്നതിൽ ഏതാണ്ട് 40% മലയാളികളാണെന്ന് കേട്ടിട്ടുണ്ട്. ആ 40% മലയാളികൾക്ക് പൂത്ത പൈസ കൊടുത്ത് ഇവിടെയുള്ള മലയാളികളെ മുഴുവനും മതപരിവർത്തനം ചെയ്ത്, ആ മലയാളികളിലൂടെ ഭാരതം മുഴുവനും മതപരിവർത്തനം ചെയ്ത്, ആ ഭാരതീയരിലൂടെ ലോകത്തിൽ മതപരിവർത്തനം നടത്താൻ സാധിക്കില്ല. ഈ മതം നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന മഹാപാപത്തിന് ഈ കേരളീയരെ എന്തിനാ കരുക്കളാക്കുന്നത്? കേരളീയർ അത്ര വലിയ പാപം ചെയ്തിട്ടുണ്ടോ? ഏറ്റവും വേദനാജനകമായിട്ടുള്ളത് അത് ക്രിസ്തുവിൻ്റെ നന്മകൾ പറഞ്ഞിട്ടോ പള്ളിയുടെ മഹത്വം പറഞ്ഞിട്ടോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ മതപരിവർത്തനം നടക്കുന്നത്. ഞാൻ എന്നും പറയാറുള്ള വാക്കുകളാണ്. ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും ഒരു ഭാഗത്തിൽ, മറ്റൊരു ഭാഗത്തിൽ ഇവിടത്തെ അമ്പലത്തിലുള്ള കൊടിമരമെടുത്ത് അതിൻ്റെ മുകളിൽ കുരിശ് വെച്ചും, അതുപോലെ കൽവിളക്കെടുത്ത് കുരിശ് വെച്ചും, ഇവിടുത്തെ ആനകളും അമ്പാരിയും പറയെടുപ്പും പള്ളിയിലേക്ക് മാറ്റിയും, ഇവിടുത്തെ തുലാഭാരവും അർച്ചനയും എല്ലാം പള്ളിയിലേക്ക് മാറ്റിയും, അതൊക്കെ പള്ളിക്കാരുടേതാണെന്ന് വരുത്തി തീർക്കാനും ഒരു വശത്ത് അങ്ങനെയും മറ്റൊരു വശത്ത് നമ്മുടെ നിങ്ങളെല്ലാം പാപികളാണ് പാപികളാണ് പാപികളാണെന്ന് സുവിശേഷത്തിലൂടെയും അല്ലാതെയും അടിച്ച് തറപ്പിച്ച് ഈ പാവപ്പെട്ട ഹിന്ദുക്കളെ പാപികളാക്കുക. എന്നിട്ട് നിങ്ങളുടെ പാപത്തിന് വേണ്ടിയാ വേറൊരാൾ കുരിശിലേറിയത് എന്ന പരമമായ സത്യം പ്രചരിപ്പിക്കുക. അപ്പോൾ കുരിശിലേറിക്കഴിഞ്ഞതോടുകൂടി പാപം തീർന്നില്ലേ എന്ന് ചോദിക്കാൻ ഈ പാവങ്ങൾക്ക് അറിഞ്ഞൂടാ. പിന്നെയും പാപികളാണ് പാപികളാണ് പാപികളാണെന്ന് പറയാം. അത് കന്യാമറിയത്തിൽ ജനിച്ചു പറയാം. എന്നിട്ട് മരിക്കാത്ത ആളെ മരിച്ചു പറയാം. മരിക്കാത്ത ആള് ഉയർത്തെഴുന്നേറ്റു പറയാം. ഇന്ത്യയിൽ വന്ന് താമസിച്ച ആള് സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയാം. ഇവിടേക്ക് വരാത്ത സെന്റ് തോമസ് വന്നു പറയാം. മാറ്റാത്ത അമ്പലങ്ങളെ പള്ളികളാക്കി എന്നുള്ളത് തെറ്റായിട്ട് പ്രചരിപ്പിക്കുക. ഇതെല്ലാം ഡോക്ടർ CI ഐസക് എന്ന് പറയുന്ന ആൾ, ഡോക്ടർ ടോണി മാത്യു, ഡോക്ടർ ജോസഫ് പുലിക്കുന്നേൽ, ഡോക്ടർ CP മാത്യു, ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. അപ്പം നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവും. വളരെ വളരെ അബദ്ധജടിലമായിട്ടുള്ള എത്ര കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ആ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതോടൊപ്പം വേറെയും കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ലോകമെമ്പാടുമുള്ള ജനത ശരിക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് ചരിത്രപരമായിട്ട് പഠിക്കുന്നുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ദ റിയൽ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്താൽ ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു സാധാരണ മനുഷ്യനായ യേശു ക്രിസ്തുവാണ്. അദ്ദേഹത്തിനെ വെറുതെ ഈ പാശ്ചാത്യ ജനങ്ങളുടെ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബിസിനസ് കേന്ദ്രമാക്കിയതാണ്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക, കുരിശിൽ മരിച്ച ആളെ പിന്നെ ജനിക്കുമോ? ആലോചിച്ച് നോക്കുക, ഒരു കന്യാമറിയം ഗർഭം ധരിക്കുമോ? എന്നിട്ട് മരിക്കാത്ത ആള് കാശ്മീരിൽ വന്ന്, നിങ്ങൾ ശ്രീനഗറിൽ പോവുകയാണെങ്കിൽ, ശ്രീനഗറിൽ നിങ്ങൾ താമസിക്കുകയാണെങ്കിൽ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ യേശു ക്രിസ്തുവിൻ്റെ ശവകുടീരത്തിന്, ഈശോ നബിയുടെ ശവകുടീരത്തിന്. ആ ഈശോ നബിയുടെ ശവകുടീരം പഠിച്ച 9 അച്ഛന്മാരുണ്ട്, പള്ളിയിലെ അച്ഛന്മാരുണ്ട്. അവരെല്ലാം പോപ്പ് ഉൾപ്പെടെ പറയുന്നു കന്യാമറിയത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ സയൻസ് വിശ്വസിക്കില്ല. സെന്റ് തോമസ് ഇന്ത്യയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ ഭാവി ലോകം വിശ്വസിക്കില്ല. മരിച്ച ആൾ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ലോകം വിശ്വസിക്കില്ല. ഒരിക്കൽ ശ്രീനഗറിൽ പോയിട്ട് ഈശോ നബിയുടെ ശവകുടീരം കണ്ടാൽ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് പോയി എന്ന അബദ്ധ പ്രചരണം തെറ്റാവും. ഇതെല്ലാം പോപ്പ് ഉൾപ്പെടെ, അതാണ് അതിൻ്റെ പ്രത്യേകത. പോപ്പ് ഉൾപ്പെടെ പറയുന്നു. സത്യം വിട്ട് ഞാനൊന്നും പറയില്ല. പോപ്പ് ഉൾപ്പെടെ പറയുന്നു. എന്നിട്ട് എന്തിനാ ഇതെല്ലാം കള്ളപ്രചരണത്തിലൂടെ ഹിന്ദുക്കളെ മതം മാറ്റാൻ ഉപയോഗിക്കുന്നത്? നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും വിശ്വസിച്ചോളൂ. യേശു സ്വർഗത്തിലേക്ക് പോയെന്നോ കന്യാമറിയത്തിൽ ജനിച്ചു എന്നോ, അതെല്ലാം നിങ്ങളുടെ സ്വാതന്ത്ര്യം വരെ, നമുക്ക് യാതൊരു ബന്ധമില്ല. പക്ഷേ എൻ്റെ ധർമ്മത്തിൻ്റെ, എൻ്റെ രാഷ്ട്രത്തിൻ്റെ ജനതയെ
ഇങ്ങനെ ചതിച്ച് മതം മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുക. ചിന്തിക്കണം നിങ്ങൾ. എന്നെങ്കിലും സത്യം പുറത്തു വരില്ലേ? ആ സത്യം പുറത്തു വന്നതുകൊണ്ടല്ലേ അമേരിക്കയിലെ ഭൂരിഭാഗം ജനതയും ഇന്ന് ക്രിസ്തുമതം ഉപേക്ഷിച്ചത്? ആ സത്യം പുറത്തു വന്നതുകൊണ്ടല്ലേ ഇന്ന് ഇംഗ്ലണ്ടിലും കാനഡയിലും യൂറോപ്പിലും ജനത ക്രിസ്തുമതവും പള്ളിയും ലേലം വിളിക്കുന്നത്? മാത്രമല്ല, അസത്യവും അധർമ്മവും എത്ര കാലം നിലനിൽക്കും? നിലനിൽക്കുന്നിടത്തോളം അതിനെ ചൂഷണം ചെയ്യാം എന്നാണെങ്കിൽ അതൊരു മഹാപാപമല്ലേ? ഒരു യേശുക്രിസ്തുവിൻ്റെ പേരിൽ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ക്രൂരത അത് എന്നാ അവസാനിക്കുക? കേരളത്തിൽ നിങ്ങൾക്ക് സപ്പോർട്ടേഴ്സ് ഉണ്ടാവും, കാരണം ഭരണം കയ്യിലുണ്ട്, ന്യൂനപക്ഷ പദവിയുണ്ട്, മന്ത്രിമാരുണ്ട്, വോട്ടുണ്ട്. അത് കാരണം ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. കാരണം അവർക്ക് വോട്ടാ വേണ്ടത്. നിങ്ങളുടെ വോട്ട് മാസ് വോട്ടായതുകൊണ്ട് അവർ ഏത് അധർമ്മത്തിനും കൂട്ടുനിൽക്കും. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇന്ത്യ ഭരിക്കുന്നതും ഇന്ത്യക്കാരല്ല, അവരുടെ സപ്പോർട്ടും കൂടി ഉണ്ട്. ഇതെല്ലാം കൂടി നോക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ലഭിക്കുന്ന അവസരം ഉപയോഗിച്ച് അധർമ്മവും അനീതിയും അന്യായവും പ്രചരിപ്പിക്കാൻ കേരളം മുഴുവനും ഭാരതം മുഴുവനും പള്ളികൾ കൊണ്ട് നിറയ്ക്കാൻ, എന്നിട്ട് അവിടെ നഷ്ടപ്പെട്ട പ്രതാപം ഇവിടെ വീണ്ടെടുക്കാൻ ഒരു കോർപ്പറേറ്റ് മതപരിവർത്തന സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കണം. ഇന്ന് ആ പ്രൊഫസറോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ നോട്ടീസ് തന്ന പ്രൊഫസറോട് ഇതെല്ലാം ഞാൻ പറഞ്ഞു. പിന്നെ 2 ദിവസം കഴിഞ്ഞ് എന്നെ ഫോണിൽ വിളിച്ച് അദ്ദേഹം പറഞ്ഞു, ശരിയാ ഗോപാലകൃഷ്ണൻ, ഞാനിത് നിങ്ങളോട് സത്യാ പറയണേ, ഞാൻ ഇങ്ങനെ ഒന്നും വിചാരിച്ചില്ല കേട്ടോ. ഞാൻ വിചാരിച്ചത് ഇതൊക്കെ ശരിയാണെന്ന് വിചാരിച്ചു. ഇപ്പം എനിക്ക് ദുഃഖം തോന്നുന്നു. എത്രയധികം ക്രിസ്ത്യാനികളാ ഈ തെറ്റിദ്ധാരണയിലൂടെ പോകുന്നത് എന്ന് എനിക്ക് വിഷമം തോന്നുന്നു. ഇന്നലെ മുഴുവനും ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് അതിനെക്കുറിച്ചാണ്. എന്തിനാ യേശുക്രിസ്തുവിനെ ഇങ്ങനെ പള്ളിക്കാർ പ്രചരിപ്പിക്കുന്നത് എന്ന് ഞാൻ എൻ്റെ അച്ഛനോട് ചോദിക്കാൻ പോവുകയാണ്. അച്ഛനോടെന്ന് ഉദ്ദേശിച്ചത് പള്ളിയിലെ അച്ഛനോട്. ഞാൻ നിങ്ങളോടും പറയുന്നു, നന്മ നിറഞ്ഞതാണെങ്കിൽ കാലം അതിനെ വെച്ച് പുലർത്താതിരിക്കില്ല. നന്മ നിറഞ്ഞതല്ലെങ്കിൽ കാലം അതിനെ തച്ചുടയ്ക്കാതിരിക്കില്ല. ആ തച്ചുടച്ചതിൻ്റേതാണ് നിങ്ങൾ ശരിക്ക് വികസിത രാഷ്ട്രങ്ങളിൽ ഈ ക്രിസ്തുമതം തൂത്തെറിയപ്പെടുന്നതായിട്ട് കാണുന്നത്. അതവിടെ നിലനിൽക്കില്ല. ചിന്തകരും പണ്ഡിതരും ശാസ്ത്രജ്ഞന്മാരുമുള്ള ഒരു ലോകത്തിൽ ഇത് നിലനിൽക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇന്ന് അമേരിക്കയിൽ ഹിന്ദുധർമ്മം, യൂറോപ്പിൽ ഹിന്ദുധർമ്മം, മറ്റ് രാജ്യങ്ങളിൽ ഹിന്ദുധർമ്മം ഒരു പ്രചാരകനും ഒരു മിഷണറിയും ഒരു പോപ്പുമില്ലാതെ തന്നെത്താനെ അവർ സ്വീകരിക്കുന്നു. അത് പാപികളാണെന്ന് മുദ്ര കുത്തിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടി ആരോ കുരിശിലേറി മരിച്ചു എന്നൊന്നും പറഞ്ഞിട്ടല്ല. ഇതിനകത്തുള്ള നന്മകൾ മനസ്സിനും ചിന്തകൾക്കും പ്രവൃത്തിക്കും മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് അറിഞ്ഞിട്ടാണ് ഈ ഒരു പാത നിങ്ങൾ പിന്തുടരുക, നന്മയുടെ പാത. അല്ലെങ്കിൽ ഏതായാലും പള്ളിക്കാർക്ക് നിലനിൽപ്പിന് ഇതുമാതിരിയുള്ളത് ആവശ്യമാണ്. പക്ഷെ ക്രിസ്ത്യാനികളെ നിങ്ങളുടെ നിലനിൽപ്പിന് ഇത് വേണ്ടല്ലോ. ആദ്യം നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഈ ജനിച്ച ഉടനെ മാമോദീസ മുക്ക എന്നുള്ള ക്രൂര കർമ്മം ഒഴിവാക്കുക. അതുപോലെ കല്യാണത്തിന് പള്ളിയിൽ പോകുന്ന രജിസ്റ്റർ ഓഫീസിൽ പോയാൽ മതി, അമ്പലത്തിൽ പോയാൽ മതി, വേറെ എവിടെയെങ്കിലും പോയാൽ മതി. മരിച്ചു കഴിഞ്ഞാൽ ആ ഡെഡ് ബോഡി ചീഞ്ഞളിഞ്ഞ് പുഴുത്ത പവിത്രമായ പള്ളി ദേവാലയത്തെ വൃത്തികേടാക്കാതിരിക്കുക. ശവപ്പറമ്പും പള്ളിയും ഒരുമിച്ച് വരിക എന്തൊരബദ്ധമല്ലേ? എന്നിട്ട് പരമപവിത്രമെന്ന് നിങ്ങൾ പറയുന്ന യേശുവിനെ ആണിയടിച്ച കുരിശ് അവിടെയും വയ്ക്കുക, വിവാഹം കഴിക്കുന്ന പെണ്ണിൻ്റെ കഴുത്തിലിടുക, അതിനെയും പൂജിക്കുക. ഈ ഭാരതീയ പൈതൃകത്തിന് യോജിക്കാവുന്ന എന്തെങ്കിലും ക്രിസ്തു മതത്തിലുണ്ടോ? അതുകൊണ്ട് എനിക്ക് തോന്നുന്നത്, ഞാൻ പല ക്രിസ്ത്യാനികളെയും കാണുമ്പോൾ അവർ പലരും എന്നോട് പറയാറുണ്ട്, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ നമ്പൂതിരിയായിരുന്നു, അച്ഛൻ്റെ അച്ഛൻ ബ്രാഹ്മണനായിരുന്നു. എന്തോ ഒരു അപകർഷത അവരെ വേട്ടയാടുന്നത് കൊണ്ടല്ലേ ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് ആലോചിച്ച് നോക്കുക, എന്തിനാ ഈ വേദത്തെ അപകീർത്തിപ്പെടുത്തുന്നത്, ഭവിഷ്യപുരാണത്തെ അപകീർത്തിപ്പെടുത്തുന്നത്, സനാതന ധർമ്മത്തെ അപകീർത്തിപ്പെടുത്തുന്നത്? നിങ്ങളുടെ മതം നിങ്ങളുടെ രീതിയിൽ പ്രചരിപ്പിച്ചോളാം. ഇങ്ങനെയുള്ള അപകീർത്തിപ്പെടുത്തലിലൂടെ ഏതായാലും വേദത്തിനും പുരാണത്തിനും ഭാരതീയ ചിന്താധാരകൾക്ക് നിലനിൽക്കാൻ ക്രിസ്തുമതത്തിൻ്റെ ആവശ്യമേ ഇല്ല.
അത് ഉള്ളയിടത്തോളം ഈ പൈതൃകവും ഈ ധർമ്മവും നശിക്കുകയുള്ളൂ എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യത്തിൻ്റെ വഴി, ധർമ്മത്തിൻ്റെ വഴി, നീതിയുടെ വഴി, ന്യായത്തിൻ്റെ വഴിയിലൂടെ പോകാൻ നിങ്ങൾക്ക് നിങ്ങൾ ആരാധിക്കുന്ന ഈശ്വരൻ നന്മ നിറഞ്ഞ മാനസികാവസ്ഥ ഉണ്ടാകട്ടെ. പ്രണാമം. നമസ്കാരം.